ബംഗാളിൽ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ് വീശുമ്പോൾ അസൻസോളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കേൾക്കുന്നത് വലിയൊരു വിശ്വാസത്തിന്റെ വിജയഗാഥയാണ്. കഴിഞ്ഞ 3 വർഷമായി അടഞ്ഞുകിടന്ന ഒരു ദുർഗാക്ഷേത്രം ബിജെപിയുടെ ഭരണ തുടർച്ചയ്ക്ക് പിന്നാലെ ഇന്ന് ഭക്തർക്കായി തുറന്നു നൽകപ്പെട്ടു. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ വിശ്വാസ സ്വാതന്ത്ര്യം ചർച്ചയാകുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം. പശ്ചിമ ബംഗാളിലെ അസൻസോളിലുള്ള സലാൻപൂർ. ഇവിടെയുള്ള ദുർഗാക്ഷേത്രത്തിന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പറയാനുണ്ടായിരുന്നത് നിശബ്ദതയുടെ കഥയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ TMC സംഘർഷങ്ങളെ തുടർന്ന് അടച്ചു പൂട്ടേണ്ടി വന്ന ഈ ആരാധനാലയം 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്നിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി അജയ് കുമാർ പൊധാറിന്റെ വിജയത്തിന് പിന്നാലെയാണ് പ്രദേശവാസികൾ ചേർന്ന് ക്ഷേത്രത്തിന്റെ വാതിലുകൾ ഭക്തർക്കായി തുറന്നത്. ശംഖനാദങ്ങളും മണിമുഴക്കങ്ങളും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ഗ്രാമവാസികൾ ഒന്നടങ്കം ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം TMCയിൽ നിന്നും തങ്ങൾ ഭീഷണി നേരിട്ടതായും ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ ഭയപ്പെട്ടിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ BJPയുടെ വൻ വിജയത്തോടെ തങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിച്ചുവെന്നും അത്യാവേശത്തോടെയാണ് ഇന്ന് ക്ഷേത്രം ശുചീകരിച്ച പൂജകൾ പുനരാരംഭിച്ചതെന്നും അവർ പറയുന്നു. ബംഗാളിൽ BJP 206 സീറ്റുകൾ നേടി വൻ വിജയം കൈവരിച്ച സാഹചര്യത്തിൽ ഈ സംഭവം രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉന്നയിച്ച വിശ്വാസ സംരക്ഷണം ഈ മുദ്രാവാക്യം വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിച്ചു അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ക്ഷേത്ര ദൃശ്യങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP മുന്നേറ്റം നടത്തിയതിന് പിന്നിൽ ഇത്തരം പ്രാദേശിക വികാരങ്ങളുമുണ്ട്. അടഞ്ഞുകിടക്കുന്ന ക്ഷേത്രവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അത് കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിലുള്ള വിശ്വാസം കൂടിയാണ് ഈ ഗ്രാമവാസികൾ പ്രഖ്യാപിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജനം.